You are listening to Kerala's number one FM, Club FM 94.3. ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒരു പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രണയം തകർന്നു കഴിയുമ്പോഴാണ് പിന്നെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും റിലേഷൻഷിപ്പിലാവുമ്പോൾ അതെങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് നമ്മൾ ആലോചിക്കാറേയില്ല. തകർന്നു കഴിയുമ്പോൾ അറിയാൻ ശ്രമിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഈ റിലേഷൻ നഷ്ടപ്പെട്ടതെന്ന്. ഒന്നിരുത്തി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മച്യൂരിറ്റിയും ഈഗോയും കൊണ്ട് ഒരുപാട് റിലേഷൻഷിപ്സും തകർന്നു പോകുന്നത്. ചിലപ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ മറ്റേയാളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കില്ല. ഇനി ചിലപ്പോൾ ആ ആൾക്ക് നമ്മൾ ഒട്ടും ഫ്രീഡം കൊടുക്കില്ല. ചിലരെങ്ങനെയാണ്, അവർ പറയുന്ന വഴിയെ തന്നെ മറ്റേയാൾ പോയിക്കൊള്ളണം. അവർക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഒന്നും അവരോട് അനുവാദം ചോദിക്കാതെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ എല്ലാ കാര്യത്തിലും ഇവരുടെ നിയന്ത്രണം കാണും. മടുത്തു പോവേ. ഇനി ചിലരെങ്ങനെയെന്നറിയോ, അവരുടെ ജീവിതത്തിലെ എല്ലാ ഇൻസ്റ്റൻസസിലും ഇവരും കാണും. അതായത് അയാൾക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സ്പേസ് കൊടുക്കില്ല, അയാളുടെ തിങ്കിങ്ങിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് തകരാൻ എന്തെങ്കിലും വേണം. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുവിൻ്റെ കൂടെ. കഴിഞ്ഞ ദിവസം കേറ്റ് മിഡിൽട്ടണിനെ കുറിച്ച് ഞാനൊരു സ്റ്റോറി വായിച്ചു. ഇപ്പോൾ റോയൽ ബ്രൈഡ്സ് ഒരുപാട് പേരുണ്ട്. അതിൽ കേറ്റ് മിഡിൽട്ടൺ ആണത്രേ ഏറ്റവും പ്രായം കൂടിയ റോയൽ ബ്രൈഡ്. അവരൊരു സർവേയിൽ പ്രെഡിക്റ്റ് ചെയ്തേക്കുവാണ് കേറ്റ് മിഡിൽട്ടൻ്റെ റിലേഷൻഷിപ്പ് കുറേ കൂടി സ്റ്റേബിൾ ആയിരിക്കും. കാരണം ഒരു പ്രായവും മെച്യൂരിറ്റി എത്തിയിട്ടാണ് കക്ഷി ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തതെന്ന്. ശരിക്കും ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, പ്രണയവും പ്രായവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു 18, 19, 20 വയസ്സിലൊക്കെ ചിന്തിക്കുന്നതും ഒരു 29, 30, 31 വയസ്സിൽ ചിന്തിക്കുന്നതും വ്യത്യാസമല്ലേ? ആ സമയത്ത് കുറേ കൂടി ഇമ്മച്യൂരിറ്റീസ് നമ്മുടെ ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്യും, നമുക്ക് തന്നെ വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവും, മറ്റേയാളെ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നും, ഇല്ലേ? സോ ഐ തിങ്ക് പ്രണയത്തിലാകാം ഏത് പ്രായത്തിലും, പക്ഷെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഇച്ചിരിയും കൂടി ഒരു ഏജായിട്ട് പോരെ. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെന്നോട് പറയാം. അങ്ങനെ പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ വേണം പറയാൻ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുവിൻ്റെ കൂടെ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്, ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് മ്യൂസിക്കുമായി ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ അജി കൂടി എത്തിയിട്ടുണ്ട്. അജിക്കൊരു പ്രണയം ഉണ്ടോ? ഉണ്ടായിരുന്നു, സക്സസ് ആയി. ഞങ്ങള് ഒരുമിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ 3 കൊല്ലത്തിൽ കൂടുതൽ പ്രായച്ചു. അതിൽ എത്ര തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? വഴക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു 3-4 തവണ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ വഴക്കം ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞ് ക്ലിയർ ചെയ്യും. വഴക്കുണ്ടാക്കാൻ നേരത്തെ പിരിഞ്ഞാൽ മതി എന്നൊന്നും തോന്നിയിട്ടില്ല അല്ലേ? പിരിഞ്ഞാൽ മതി ഒരിക്കലും തോന്നിയിട്ടില്ല. ഒത്തിരി പേരും പറയാറുണ്ട് ഒരു പ്രണയം തകരാനുള്ള റീസൺസ് ഇമ്മച്യൂരിറ്റിയും ഈഗോയും ആണ്. അത് കറക്റ്റ് കാര്യം തന്നെ. നിങ്ങൾ തമ്മിൽ ഇമ്മച്യൂരിറ്റിക്കും ഈഗോയുടെയും പേരിലൊന്നും ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇമ്മച്യൂരിറ്റിയും ഈഗോയും ഇല്ലാത്ത ഒരാളെ കിട്ടുക എന്ന് പറയുന്ന ഭയങ്കര ഭാഗ്യ, പ്രത്യേകിച്ച് ഈ കാലത്തിൽ. ഇതുപോലെ ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണോ? അങ്ങനെയാണെങ്കിൽ 56070 ഒരു മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുവിൻ്റെ കൂടെ. ഇവിടെ മാത്രം ടൺ കണക്കിന് മ്യൂസിക്. Is love a tender thing? It is too rough, too rude, too boisterous and pricks like thorn. പ്രണയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കാറ്. എന്നാൽ ഒത്തിരി ടെൻഷൻസ് ഈ പ്രണയമായിട്ട് റിലേറ്റഡ് ആയിട്ടില്ലേ?
കിട്ടുന്നവരെ കിട്ടുമോ എന്നുള്ള പേടി, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പ്രണയം നഷ്ടമായേക്കാം. പ്രണയത്തിൽ ഒരുപാട് വേദനകളുണ്ട്. എന്നാൽ ഈ വേദനകൾ ആ പ്രണയത്തിൻ്റെ ഒരു സൗന്ദര്യവുമാണ്, ഒരു ഭാഗ്യവുമാണ്. ഈ രാത്രിയിൽ ക്ലബ് എഫ്എമ്മിൻ്റെ സ്റ്റുഡിയോ ഇട്ട് എനിക്ക് റീനുവിന് പോകാൻ സമയമായി. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജൂലിയറ്റ് റോമിയോട് പറഞ്ഞ ഒരു സെൻറ്റൻസാണ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. പാർട്ടിങ് ഈസ് സച്ച് സ്വീറ്റ് സോറോ that I shall say good night till it be tomorrow. നീ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വരെ ഞാൻ നിന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കാമെന്ന്. പക്ഷെ ഇന്നത് നടക്കില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് ഗുഡ് നൈറ്റ് ഇപ്പം തന്നെ പറയുക. നാളെ തിരിച്ചു വരാവേ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.